ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞിരുന്ന വണ്ടിയാണ്. അതിനകത്ത് വാറണ്ടി പീരീഡിലുള്ള സർവീസും കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ആയാലും ബ്രേക്ക് അഡ്ജസ്റ്റിങ് നമുക്കുണ്ട്, ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് വീൽ അയച്ചാണ്, അതിന് ശേഷം ബാക്ക് കൂടി അയച്ച് ബ്രേക്ക് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കയറ്റും കേട്ടോ. ബാക്ക് ടയർ അത്യാവശ്യം ഉണ്ട്, ഉപയോഗിക്കാനുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്ന് ഒരു വൈബ്രേഷൻ സൗണ്ട് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന് ഈ ഫുട് റെസ്റ്റിൻ്റെയാണ്. ഫുട് റെസ്റ്റ് അത്യാവശ്യം വൈബ്രേഷൻ കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടുത്തെ ഈ കവറിൻ്റെ ഒരു സ്ക്രൂ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ജർക്കിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടുമായിരുന്നു മെയിനായിട്ടുള്ള കേസ്. ഈ കവറിൻ്റെ കേസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും, പക്ഷേ ഇത് 100% ക്ലിയർ ചെയ്യൽ നടക്കില്ല. കാരണം അത് നമ്മളെങ്ങനെയൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചാലും നമുക്ക് പതുക്കെ ഇങ്ങനെ ചെയ്യേണ്ടി വന്ന മടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് വീണ്ടും അതേ രീതിയിലേക്ക് തന്നെ ആവും. എന്തായാലും നമുക്കത് ഫോൾഡ് ചെയ്യേണ്ട ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ അതിനകത്ത് കാര്യമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫുട് റെസ്റ്റിൻ്റെ ആണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് തുടച്ച് ക്ലീനാക്കി സെറ്റ് ചെയ്യാവുന്നുള്ളൂ. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ കിടക്കുന്നത്. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ആയാലും ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. കിക്കർ വീലിൻ്റെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് ക്ലച്ചുമായി ബന്ധപ്പെട്ട് വന്ന പ്രോബ്ലമാണ് മെയിനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം എയർ അടിച്ച് ക്ലീൻ ആക്കുക. കിക്കർ വീലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് അടങ്ങുന്ന യൂണിറ്റാണ്. നിലവിൽ സാധാ തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ, കംപ്ലയിൻറ്റ് എന്ന് പറയാനൊന്നുമില്ല. ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, പ്രോബ്ലം ഒന്നുമില്ല. ക്ലച്ച് ഔട്ടർ ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോഴായാലും ബെൽറ്റ് തീരെ മോശമൊന്നും പറയാറായിട്ടില്ല. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ പൊട്ടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആരംഭമാണ്, പക്ഷേ ഇപ്പോൾ നമുക്കൊന്നും ചെയ്യേണ്ട. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതിന് ശേഷം മാറ്റിയാൽ മതി. ചോക്കിൻ്റെ കേബിളായ വർക്കിംഗ് ചെക്ക് ചെയ്യുന്നുണ്ട്. ചെറിയൊരു ടൈറ്റ് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിട്ടേക്കാം. ചെറിയ ടൈറ്റ് കാണിച്ചിട്ടുണ്ട്. അത് ചോക്ക് ഇടയ്ക്ക് ഉപയോഗിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് വലിച്ചാൽ കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് എത്തും. ആക്സിലേറ്റർ കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ഓക്കെയാണ്, നല്ലൊരു പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ നമുക്കൊന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ വേണ്ടി അയച്ചാണ്. അപ്പോൾ കുഷ്യൻ അസംബ്ലിയുടെ ഫ്രണ്ടിലത്തെ ഷോക്കിൻ്റെ ബുഷ് നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. ഇങ്ങനെ വെറുതെ ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് മാറ്റിയിടണം. ലിങ്ക് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. ബ്രേക്ക് ലൈനർ ആയാലും അത്യാവശ്യം നല്ല ലൈനറാണ്, കമ്പനി ലൈനർ കിടക്കണേ. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഫ്രണ്ട് ടയറായാലും നമുക്ക് ഉപയോഗിക്കാനുണ്ട്, നല്ല ടയർ കിടക്കണം, വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സ്പാർക്ക് പ്ലഗ് കൂടി കൂട്ടത്തേക്കൂടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ അടുത്ത് മാറ്റിയതെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. ഓയിൽ തൽക്കാലം നമ്മൾ കൂട്ടത്തിൽ മാറ്റുന്നില്ല കേട്ടോ. നിലവിൽ നമുക്ക് ഇങ്ങനത്തെ കേസ് വരുമ്പോൾ വാറണ്ടിയിലൊക്കെ വരുമ്പോൾ കമ്പനി ഓയിൽ തന്നെ യൂസ് ചെയ്യണം കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഒറിജിനൽ ഓയിലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർവീസ് ആ കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. എന്തായാലും ഒരു 6 മണി 6:30 ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ.